और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ അക്രമകാരികളാണ്. അവർ സദാസമയവും വെറുപ്പും അസത്യവും പ്രചരിപ്പിക്കുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ പരാമർശങ്ങൾ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ചെറുതല്ല. രാഹുൽ പറഞ്ഞതുപോലെ ഹിന്ദു അക്രമകാരിയാണോ? എന്തടിസ്ഥാനത്തിലാണ് രാഹുലിൻ്റെ ഈ പ്രസ്താവന? ആരെ സുഖിപ്പിക്കാനാണ് രാഹുലിൻ്റെ ഹിന്ദു വിരുദ്ധ പരാമർശം? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. BJP വക്താവ് ശ്രീ പാലോട് സന്തോഷ്, കോൺഗ്രസ് വക്താവ് ഡോക്ടർ സോയ ജോസഫ്, RJD നേതാവ് ശ്രീ സലീം മടവൂർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സോയ, ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ സദാ അക്രമകാരികളാണ്. അവർ വെറുപ്പും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കുന്നവരാണെന്ന രാഹുലിൻ്റെ പരാമർശത്തിൻ്റെ സാങ്കത്യം എന്താണ്? രാഹുലിന്റെ പരാമർശം നിങ്ങൾ ആ പ്രസംഗം വളരെ കൃത്യമായി കേട്ടിട്ടുണ്ടോ എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അതിൽ എന്തിനാണ് ഇത്ര സന്ദേഹമെന്നും ഇത്ര ആപൽക്കരമായ ഒരു ഈ ചർച്ചയുടെ ടൈറ്റിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആപൽക്കരമായ തരത്തിലേക്കാണ് അത് ആ വാക്കുപോലും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത്തരത്തിലൊന്നല്ല അദ്ദേഹം പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് RSS അല്ലെങ്കിൽ BJP പാളയത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഹെയ്റ്റ് സ്പീച്ചിന്റെ അല്ലെങ്കിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക്, ആ കുത്തൊഴുക്കിനെ സംബന്ധിച്ച് തന്നെയാണ് അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കയ്യിൽ ഞങ്ങളാണ് ഈ സനാതന ധർമ്മത്തെ പൂർത്തീകരിക്കേണ്ട ആളുകൾ, ഞങ്ങളാണ് ഇവിടെ രാമനെയും ശിവനെയും ഒക്കെ എടുത്തുയർത്തേണ്ട ആളുകൾ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും അതേസമയം അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള അങ്ങേയറ്റം വിദ്വേഷം വമിക്കുന്ന പരാമർശങ്ങളെ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദുക്കളല്ലാതാകുന്നത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ലോകമത സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗത്തെ പറ്റി. ഞാൻ വരുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ നാട്ടിൽ നിന്നാണ്, ഏറ്റവും കൂടുതൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന മതത്തിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അന്ന് ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയെ പറ്റി അദ്ദേഹം പറയുമ്പോ ഈ രാജ്യത്തെ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു സിദ്ധാന്തത്തിന്റെ ഒരു ജീവിത രീതിയുടെ പേരാണ് ഹിന്ദുയിസം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഈ രാജ്യത്ത് ഞങ്ങളാണ് ഇതിന്റെയൊക്കെ മൊത്തക്കച്ചവടക്കാർ എന്ന് BJP ഏറ്റുപിടിക്കുകയും പറഞ്ഞു വെക്കുകയും അതിന്റെ പ്രയോക്താക്കളാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റൊരു വശം എന്താണ്? അവർ എന്നാൽ പുറത്തേക്ക് പറയുന്ന ഇതിന്റെ മൊത്തക്കച്ചവടക്കാരായി ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് അവർ പുറത്തേക്ക് വിടുന്ന അവർ പ്രയോഗത്തിൽ. അല്ല ഡോക്ടർ സോയ, അങ്ങനെയാണെങ്കിൽ RSSനെയും BJPയെയും പ്രത്യക്ഷത്തിൽ കടന്നാക്രമിച്ചാൽ പോരെ? ഈ ഹിന്ദു എന്ന പരാമർശം എന്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി? എന്തിനു നടത്തിയത്? ഞങ്ങൾ അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന ഞങ്ങളാണ് ഇതിന്റെയൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിന്റെയൊക്കെ നിങ്ങളുടെയൊക്കെ സംരക്ഷകരെന്ന് നിരന്തരം പറഞ്ഞു വെക്കുകയും അയോധ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടല്ലോ. എന്തുകൊണ്ടാണ് അയോധ്യയിൽ തോൽവി ഉണ്ടായതെന്ന് ഈ രാജ്യത്ത് എന്താണ്? ഈ രാജ്യത്തിന്റെ ആകെയുള്ള ഒരു പ്രശ്നം അയോധ്യയായിരുന്നു. ഇവിടെ കർഷക സമരമില്ല, ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല, ഇവിടെ പാവപ്പെട്ടവരോ സ്ത്രീകളുടെയോ ഒന്നും പ്രശ്നമില്ല. ഈ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അയോധ്യയിൽ രാമക്ഷേത്രം പണിയുകയാണെന്ന് നിരന്തരം പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു മതസംസ്ഥാപനം ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഉദ്ദേശ ലക്ഷ്യമെന്ന് നിരന്തരം പറഞ്ഞു വെച്ചെടുത്തതെന്ന് അവിടെ ഒരു കനത്ത കേന്ദ്രം ഭരിക്കുന്നത് BJP തന്നെയല്ലേ? രാഹുൽ പ്രതിപക്ഷ നേതാവല്ലേ, പ്രധാനമന്ത്രി അല്ലല്ലോ. നിങ്ങൾ ഇന്നത്തെ ശരീരഭാഷ ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് പാർലമെന്റിൽ
പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കണം, അവർ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിലെ കൃത്യത ശ്രദ്ധിക്കണം. എവിടെയാണ് അപൂർവ മൈത്രയെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കടുത്ത ആത്മവിശ്വാസത്തിൽ നിന്ന് സംസാരിക്കുമ്പോ BJP പാളയത്തിൽ നിന്നുള്ള ആളുകളുടെ ആത്മവിശ്വാസക്കുറവ് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. നിങ്ങൾ തോറ്റതിന് തുല്യം ജയിച്ചത് അല്ലെങ്കിൽ ജയിച്ചതിന് തുല്യം തോറ്റത് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. യഥാർത്ഥത്തിൽ ജയിച്ചു എന്ന് പറയുമ്പോഴും കനത്ത തോൽവിയാണ് എന്നുള്ള ആത്മവിശ്വാസക്കുറവും അത്തരത്തിലുള്ള ഒരു ബോധ്യവും തന്നെയാണ് BJPയെ മുന്നോട്ട് നയിക്കുന്നത്. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ, അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് നേരിട്ട് നിന്ന്, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് നിന്ന് പ്രതികരിക്കുകയാണ് രാഹുലിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വാദങ്ങളോട്. സഭയുടെ ചരിത്രത്തിലൊക്കെ അതൊക്കെ സ്വാഭാവികമല്ലേ, സ്വാഭാവിക പ്രതികരണമല്ലേ, അല്ലാതെ രാഹുലിനെ ഭയന്നിട്ടാണോ? അല്ലെങ്കിൽ രാഹുലിന്റെ പ്രതികരണം ഉണ്ടാകണം. പക്ഷെ പ്രതിരോധിക്കാൻ പോലും ആവാതെ ഇത്തരത്തിലുള്ള എന്ത് പറഞ്ഞാണ് പ്രതിരോധിക്കുന്നത്? ഈ രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, നീറ്റ് പരീക്ഷയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അയോധ്യയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും വലിയ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ BJP വലിയ ബിംബ നിർമ്മാണം നടത്തി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള മോഡി ഗ്യാരണ്ടി എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ BJP മുന്നോട്ട് വെക്കുന്ന ഗ്യാരണ്ടി എന്നല്ല പറഞ്ഞത്, മോഡി ഗ്യാരണ്ടി എന്നാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ പറഞ്ഞത്. ആ ഗ്യാരണ്ടി പോലും ആദ്യത്തെ 3 മണിക്കൂറിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന അജിത് റായ് എന്ന് പറയുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് 3 മണിക്കൂർ പിന്നിലായിരുന്നു നരേന്ദ്രമോദി എന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ചൗധരിയുടെ അവസ്ഥ എന്താ ഇപ്പോ? അല്ല ഞാൻ പറയുന്നത് അവസ്ഥ എന്തോ ആവട്ടെ, നിങ്ങൾ അതല്ലല്ലോ ഈ നരേന്ദ്രമോദി, നിങ്ങൾ ഏറ്റവും അധികം അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അപ്പോ മോഡി പ്രഭാവത്തിന്റെ അല്ലെങ്കിൽ മോഡി പ്രഭാവം മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് തകർന്നടിഞ്ഞിരിക്കുന്നു. BJPയുടെ മോഡി ബിംബ നിർമ്മാണം തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ്. ഇനി കഴിഞ്ഞ അല്ലെങ്കിൽ 10 വർഷം നിങ്ങൾ നയിച്ചിരുന്ന മുന്നോട്ട് പോകലുകൾ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അതുപോലെ പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്, ഇതൊരു സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഭരണമാണ് എന്ന് ബോധപൂർവം പറയാതിരിക്കുന്ന, കാരണം അത്ര പോലും ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ഭരണകൂടമാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയാൻ നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് കൃത്യമായി സ്ഫുരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ആത്മവിശ്വാസക്കുറവുള്ള, കൃത്യമായി സ്റ്റെബിലിറ്റിയോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ഭരണകൂടം തന്നെയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ സിദ്ധാന്തപരമായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങൾ, ഇത് മുഴുവൻ പാളിപ്പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അപ്പൊ അത്തരത്തിൽ ഭരിക്കുന്നു എന്നുള്ളത് സാങ്കേതികമായ എങ്കിലും BJP നേതൃത്വം നൽകുന്ന NDA ആണ് കേന്ദ്രത്തിൽ അധികാരം കൈയാളുന്നത്. രാഹുൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അല്ല. ശ്രീ പാലോട് സന്തോഷ്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ RSSനെയും BJPയെയും പ്രത്യക്ഷത്തിൽ കടന്നാക്രമിക്കാം, അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹിന്ദു പരാമർശം, ഹിന്ദു വിരുദ്ധ പരാമർശം എന്തുകൊണ്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി? എന്തായിരിക്കും അജണ്ട? ഡോക്ടർ സോയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെയോ ഗാന്ധി കുടുംബത്തിനെതിരെയോ ഒരഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു കോൺഗ്രസ്സുകാരൊന്നും ഇന്ത്യയിലില്ല. നമ്മുടെ നാട്ടിലൊരു പഴമൊഴി പറയും, അരി എത്രയാന്ന് നോക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പഴമൊഴി പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി മറുപടി പറഞ്ഞത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അപകടമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മുഴുവനും അപകടക്കാരെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. 10 വർഷം ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോകത്തിൽ ഉദാത്തമായി നിൽക്കുന്ന ഒരു സവിശേഷമായ ഭരണഘടനാ സംവിധാനങ്ങളെ കശാപ്പ് ചെയ്യുന്നതിനുള്ള ശ്രമമായിരുന്നു എന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹിന്ദു. അതിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അപകടകാരികളാണെന്നാണ്. ഇന്ത്യയിലെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ, സുതാര്യമായ ഇന്ത്യയുടെ സംസ്കാരങ്ങൾ, ഇന്ത്യയുടെ മൂല്യങ്ങൾ, ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുക സോയ, സ്വാതന്ത്ര്യ സമയം മുതൽ അതിന് മുമ്പ് മുതൽ
ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ദളിതുകളുടെയും അവകാശങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിനകത്ത് നടന്നിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ജവഹർലാൽ നെഹ്റു വന്നു പരിശോധിക്കിങ്ങോട്ട് എത്ര വർഷമായി. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദളിതുകൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ കോൺഗ്രസ് ചെയ്ത സംഭാവന ഒന്ന് വിശദീകരിക്കുക. സലീം മടൂർ ചർച്ചയ്ക്കിരിപ്പുണ്ടല്ലോ. ഞങ്ങൾ ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുന്ന ഒരു സമയത്ത് ഇന്ത്യയിൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളത്. ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂരിപക്ഷത്തിന് അവകാശം കൊടുക്കണം. അത് ദളിതുകളാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം. അവർ ഇന്ത്യയുടെ ഭരണാധികാരികളാകണം, ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണം. ഇന്ത്യയുടെ പ്രസിഡന്റാക്കി, ന്യൂനപക്ഷത്തിലുള്ള ഒരാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കി. നമുക്കറിയാലോ, അയോധ്യയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. അയോധ്യ ഇടിച്ചു നിരത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഭൂരിപക്ഷങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ താലോലിക്കുന്നു. എവിടെയാണോ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ആശയവും ആദർശങ്ങളും കശാപ്പ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞു മോഡിയാണ് BJP മുൻനിർത്തിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തുകൊണ്ട് AICC പ്രസിഡന്റിനെ മുൻനിർത്താൻ കഴിയുന്നില്ല? ഒരു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാന ആളെന്ന് AICC പ്രസിഡന്റ് അല്ലേ? AICC പ്രസിഡന്റ് എന്തെങ്കിലും സാധ്യതകളോ ഏതെങ്കിലും ഒരു ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുക്കുന്നതിന് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഇന്ത്യയിൽ കേന്ദ്രീകൃത അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ആശയങ്ങളും ആദർശങ്ങളും കശാപ്പ് ചെയ്യുന്ന കോൺഗ്രസ് സംസ്കാരം തുടങ്ങി വെച്ചത് അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. കോൺഗ്രസിൻ്റെ ശാപം ആദ്യം മുതലേ പറയാറുണ്ട്. എന്താ പറയുക? കുടുംബാധിപത്യമാണെന്ന്. ഇന്ന് കുടുംബാധിപത്യമല്ലേ? ഈ കുടുംബാധിപത്യത്തിനെതിരെ അഭിപ്രായം പറയുന്ന ഒരാൾക്ക് കോൺഗ്രസ് നിൽക്കാൻ കഴിയുമോ? പിന്നെ വിവേകാനന്ദനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പം നമുക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി ദൈവത്തിൻ്റെ അംശമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നൊരു അഭിപ്രായം പറഞ്ഞല്ലോ. ഇന്ന് അതും പറഞ്ഞു. അതെ, സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോയി. എനിക്ക് ദൈവത്തെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞെന്താ? നിങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അംശം. അത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണ്, നിങ്ങളുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്, നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്, നിങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിന് അംശം ഉണ്ടാകും. അത് പക്ഷേ നരേന്ദ്രമോദിയിൽ ഉണ്ടാകും, അത് പക്ഷേ രാഹുൽ ഗാന്ധിയിൽ ഉണ്ടാകില്ല. രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇന്ത്യയിലെ മുഴുവൻ ജനതയെയും അപകടകാരികളെന്ന് വിളിച്ചത്. അതുകൊണ്ട് ചർച്ചയ്ക്ക് നിങ്ങളെപ്പോലുള്ളവർ പങ്കെടുക്കുമ്പോൾ ഒരു നേതാവ് പറയുന്ന അഭിപ്രായങ്ങൾ അത് ശരിയല്ല എങ്കിൽ അത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറാകണം. ഇന്ത്യയിലെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ NDA മുന്നോട്ട് വെച്ച ആശയപരമായ കാര്യങ്ങൾ, പല കാര്യങ്ങളും തിരുത്തപ്പെടേണ്ടതുണ്ട്. പല കാര്യങ്ങളും ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, മുന്നണി എന്നുള്ള നിലയ്ക്ക് അത് എല്ലാത്തിലും ഉണ്ടാകാം, ഏത് മുന്നണിയിലും ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികം. അത് തിരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിങ്ങൾക്ക് 18 MP കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിട്ടാണോ? അല്ല, തർക്കിക്കുകയാണ് ഞാൻ. നിങ്ങൾ കോൺഗ്രസും CPM-ഉം LDF-ഉം കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു BJP എന്ന് പറയുന്നത്, NDA എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടികളാണ്. അത് ഒരു പക്ഷേ ശരിയായ രീതിയിൽ അല്ലാതെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ മെജോറിറ്റി വരട്ടെ എന്ന് വെച്ച് ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്തു? കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ആ ന്യൂനപക്ഷ വിരുദ്ധരല്ല BJP. ഇന്ത്യയിൽ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ എല്ലാ സംസ്കാരങ്ങളെയും, എല്ലാ മതവിശ്വാസങ്ങളെയും, എല്ലാ ദർശനങ്ങളെയും, എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും, അതുപോലെ തന്നെ മതേതര മൂല്യങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ ഉദാഹരണമായ ഇന്ത്യയുടെ സംസ്കാരങ്ങളെ സംരക്ഷിക്കേണ്ട, ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. പക്ഷേ ആ ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും അപക്വമായ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കാതെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം, അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞത് ഹിന്ദുക്കളെയല്ല, ഇന്ത്യയിൽ മുഴുവൻ ഹിന്ദുക്കളെയല്ല, എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയുവാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രാഹുൽ ഗാന്ധി തയ്യാറാകണം. അതോടൊപ്പം തന്നെ ആ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണി, ഇപ്പൊ സലീം മടവൂരിന്റെ പാർട്ടി അല്ല, അതിലേക്ക് പിന്നെ വരാം. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ നേതാക്കൾ പറയണം, തിരുത്തണം. ഇന്ത്യയിലെ കേരളത്തിലെ എത്ര MP-മാർ കേരളത്തിൽ ഹിന്ദു അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കിട്ടിയിട്ടില്ലേ? ഇന്ത്യയിൽ മുഴുവൻ ഇത്രയും പ്രതിപക്ഷ നേതാവ് ആകാനും അതിനൊരു സാഹചര്യം ഉണ്ടായതെന്താ? അപ്പോൾ അതുകൊണ്ട്
ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന, ഇന്ത്യയെ ആക്ഷേപിക്കുന്ന, ഇന്ത്യ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന, ഇന്ത്യയുടെ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ പ്രഭാഷണം അല്ലെങ്കിൽ വാക്കുകൾ അതൊക്കെ പിൻവലിച്ച് ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് ഞാൻ ഈ ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നത്. യെസ്, സലീം മടവൂർ, ഹൈന്ദവ സമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളല്ലേ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? അത് സാധാരണ കയ്യബദ്ധം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ നാക്കുപിഴ എന്നൊക്കെ പറയും. പക്ഷേ കൃത്യമായ ഒരു അജണ്ടയോടുകൂടിയല്ലേ അദ്ദേഹം സംസാരിച്ചത്. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അപ്പോൾ അജണ്ട ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ലോക്സഭയിൽ. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അല്ല, ആദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പാലോട് സന്തോഷ് സംസാരത്തിൽ പൂർണ്ണമായും BJP ആയിട്ടില്ല എന്ന് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും ജനതാ ഭരണകാലത്തെ നല്ല നേട്ടങ്ങളെ കുറിച്ചൊക്കെ അഭിമാനിക്കുന്നു. ചില എല്ലാ നയങ്ങളും, അതേപോലെ ന്യൂനപക്ഷങ്ങളും, അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണം, ഈ കാര്യങ്ങളൊക്കെ വല്ലാതെ ആവർത്തിച്ച് പ്രസംഗിച്ചാൽ ഒരു പക്ഷേ BJPയുടെ പടിക്കൽ നിന്ന് പുറത്താവാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. രണ്ട്, ഇവിടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് വളച്ചൊടിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ കളവ് പറയുന്നവരാണ്. ഒരു ഹിന്ദുവിന് കളവ് പറയാൻ പറ്റില്ല. ഒരു യഥാർത്ഥ ഹിന്ദുവിന് കളവ് പറയാൻ പറ്റില്ല. ഒരു യഥാർത്ഥ ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ എന്നാ പറഞ്ഞത്. വേണോ ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കണോ താങ്കൾക്ക്? വേണോ അത്? ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ നിങ്ങൾ എന്നല്ല. പറയട്ടെ, ഹിന്ദു എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന്. അല്ല, അങ്ങനെയല്ല, നിങ്ങളെന്നല്ല, ഹിന്ദു എന്ന് പറയുന്ന അത് ഞാൻ ടോട്ടൽ മൊത്തമാ പറഞ്ഞിരിക്കണം. ഒന്നുകൂടി അവകാശപ്പെടുന്നവർ അവർ ഹിംസയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവർ വെറുപ്പ് പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു, അതുപോലെ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടെ തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞിരിക്കട്ടെ, അതിന്റെ കൂടെ തന്നെ പറയണം. അദ്ദേഹം എന്താ ആദ്യം പറഞ്ഞത്? കളവ് പറയുന്നവരും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരും ഹിന്ദുക്കളല്ല, യഥാർത്ഥ ഹിന്ദുക്കളല്ല. എന്നിട്ട് ഹിന്ദു എന്ന് പറയുന്ന നിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പേരെടുത്ത് പറയണം. അല്ല, ഒരു എങ്ങനെ ബി സ്പെസിഫിക്. അല്ല, ഒറ്റ കാര്യം സലീം മടവൂർ, ഇപ്പോൾ ഹിന്ദുക്കളെ ആകമാനം ആക്രമിക്കുകയല്ല രാഹുലിൻ്റെ ലക്ഷ്യമെങ്കിൽ, ഇപ്പോൾ ഒന്നുകിൽ ഞാൻ നേരത്തെ അത് ചൂണ്ടിക്കാണിച്ചു, ഞാൻ സൂചിപ്പിച്ചു, RSSന്റെ പേരെടുത്ത് പറയാം, അല്ലെങ്കിൽ BJPയുടെ പേരെടുത്ത് പറയാം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാം, അമിത്ഷായുടെ പേരെടുത്ത് പറയാം. അതിനുള്ള അവസരങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിന്. ആരും അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുന്നില്ല. ഹിന്ദു എന്ന പരാമർശം അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. അല്ല, ഹിന്ദു എന്നുള്ള ഒരു എല്ലാ വിഭാഗത്തെയും ഒന്നിച്ച് അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് ഞാൻ കണ്ടത്. ഞാനത് വീഡിയോ പല പ്രാവശ്യം നോക്കി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഒരു യഥാർത്ഥ ഹിന്ദുവിന് വിദ്വേഷം പ്രചരിപ്പിക്കാൻ കഴിയില്ല, അസത്യം പറയാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന ആള് അന്ന് നിങ്ങൾ BJPക്കാർ BJPയെ നോക്കിക്കൊണ്ട് അവിടുത്തെ ഭരണപക്ഷത്തിന്റെ നോക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെയും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP നേതാക്കളെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള, അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ നോക്കി സംസാരിച്ചാൽ പിന്നെ ആരെ അഡ്രസ് ചെയ്യുന്ന പറയുന്നത് പുറത്ത് വേറെ അറിയോ? അവരെ നോക്കി വളരെ കൃത്യമായിട്ട് പറയാം. എന്തിനാ വളച്ചൊടിക്കുന്നത്? രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും ഇന്നത്തെ അദ്ദേഹം ഞാൻ പറയട്ടെ, മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിൽ പലതിലും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്ന് പാർലമെന്റിൽ അദ്ദേഹം ചെയ്ത പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് യോജിപ്പുണ്ട്. അദ്ദേഹം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തിരിക്കുന്നു. ഈ രാജ്യത്തെ BJP കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെ അദ്ദേഹം പരസ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു. മതവിദ്വേഷ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. കൃത്യമായി നേരത്തെ അദ്ദേഹം പക്വതയില്ലാതെ പലപ്പോഴും പെരുമാറാറുണ്ടായിരുന്നു. ഇന്ന് വളരെ പക്വതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചൂണ്ടിക്കാണില്ല. ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് ഭാരതത്തെ അങ്ങ് കീഴ്പ്പെടുത്താം എന്ന് അഹങ്കരിച്ച് നടന്ന ഒരു വിഭാഗത്തിന്റെ നേതാവാണ്. അതുകൊണ്ടല്ലേ മണിപ്പൂരിലെ എത്ര സീറ്റ് കിട്ടി കോൺഗ്രസിന്? കോൺഗ്രസും അതുപോലെ ഇന്ത്യ സഖ്യവും ഇപ്പൊ അവരുടെ പ്രവർത്തനത്തിലും അവരുടെ പ്രസംഗത്തിലും ഒക്കെ അവരാണ് ഭാരതം ഭരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം ഞങ്ങൾ ഇപ്പോഴും തോറ്റു നിൽക്കുകയാണെന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അല്ല, തോൽക്കുന്നത് എന്നുള്ളതിലപ്പുറം ഈ പ്രാവശ്യം 400 സീറ്റ് നേടും എന്ന് പറയുന്ന BJPക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് പ്രതിപക്ഷം നല്ല നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. ഏതാണ്ട് 230 മുകളിൽ സീറ്റ് വാങ്ങിക്കൊണ്ട് പ്രതിപക്ഷം ഉയർന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിൽ 20 സീറ്റും നേടുന്ന ആരാ പറഞ്ഞത്? LDF അല്ലേ?
പിണറായി വിജയൻ, എങ്ങനെ നമ്മുടെ MV ഗോവിന്ദൻ, ഇവരൊക്കെ 20-20 സീറ്റ് നേടുന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ നിങ്ങൾ 400 സീറ്റിന്റെ കണക്ക് പറയുന്നു. കേരളത്തിൽ 20-20 അല്ല ഇന്ത്യയിലെ അല്ല അതിന്റെ അർത്ഥം ഇന്ത്യയിലല്ല. സലീം മടവൂരിനോട് ചോദിക്കുമ്പോൾ എനിക്കാൻ അതാണ് പിന്നെ സംസാരിക്കും. കേരളത്തിലെ 20 സീറ്റും ജയിക്കാനാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. 20 സീറ്റും ജയിക്കാനാണ് BJP മത്സരിക്കുന്നത്. BJP മത്സരിച്ചത്, NDA മത്സരിച്ചത്. ഇവിടെ ഇന്ത്യയിൽ 400 സീറ്റ് വാങ്ങിക്കൊണ്ട് മൂന്നാമത്തെ ഇന്ത്യയുടെ ഭരണഘടന അടിസ്ഥാന തത്വങ്ങൾ തിരുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന സമയത്ത്, അതായത് RSSന്റെ 100ാം വാർഷികത്തില് ഇന്ത്യ രാജ്യത്ത് കുറച്ചുകൂടെ മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കരുത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിച്ചത്. ആ BJPയുടെ നയങ്ങളെ, മതവിദ്വേഷ നയങ്ങളെ കൂടുതൽ ശക്തമായി നടപ്പിലാക്കാനുള്ള അതിന് കരുത്ത് ചോദിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചപ്പോ ഈ രാജ്യത്തെ ജനങ്ങൾ അത് കുറച്ചു. മണിപ്പൂരിലെ 2 സീറ്റും നിങ്ങൾ പറയും രാഹുൽ ഗാന്ധിയുടെ യാത്രയൊക്കെ എന്തോട്ടെ, മണിപ്പൂരിലെ 2 സീറ്റും കോൺഗ്രസ് ജയിച്ചില്ലേ? വടക്കിഴക്കൻ സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന നിങ്ങൾ അക്രമമുണ്ടാക്കിയ പ്രദേശത്ത് കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തും മൈത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തും 2 സീറ്റും അവിടെ കോൺഗ്രസ് ജയിച്ചില്ലേ? ഇന്ത്യ മുന്നണി ജയിച്ചില്ലേ? അപ്പോ വലിയ മാറ്റമല്ലേ? പല സംസ്ഥാനങ്ങളിലും മാറ്റം വന്നു. മഹാരാഷ്ട്രയിൽ നിങ്ങൾ അവിടുത്തെ ശിവസേനയെ നെടുക പിളർത്തി, അവിടുത്തെ NCPയെ നെടുക പിളർത്തി, എന്നിട്ട് ശരിയായ ഔദ്യോഗിക പേരും ചിഹ്നവും മറുവിഭാഗത്തിൽ കൊടുക്കുന്നു, അർഹതയില്ലാതെ നീതിരഹിതമായിട്ട്. എന്നിട്ടും ജനങ്ങൾ അവിടെ ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നു. അതല്ലേ മാറ്റം കാണേണ്ടത്? അത് വലിയ മാറ്റമല്ലേ? അപ്പൊ ആ മാറ്റത്തെ നമ്മൾ ഗൗരവമായി കാണണ്ടേ? ഈ രാജ്യത്ത് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മറുപടി കൊടുത്തു, മണിപ്പൂരിലെ ജനങ്ങൾ ഉത്തരം കൊടുത്തു. അതേപോലെ തന്നെ ഉത്തർപ്രദേശില് അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ദളിത് നേതാവിനെ അവിടുത്തെ ഫൈസാബാദ് സീറ്റിൽ നിന്ന് വിജയിപ്പിച്ചതടക്കം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഏകപക്ഷീയമായി അവിടുത്തെ നമ്മുടെ ആ ഡോക്ടറെ പോലെ എന്ന് പറയുന്ന ഡോക്ടറെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിറ്റേ ദിവസം അവിടെ പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടർമാർ, എസ്പെഷ്യലി സ്ത്രീകൾ, അവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു ഇത്ര പണം കൊടുക്കുന്നുള്ളത്. അത് ആവശ്യപ്പെട്ട് അവിടെ ക്യൂ ആയിരുന്നു, നീണ്ട നിരയായിരുന്നു. അല്ല അതൊക്കെ BJPയുടെ കളി. അവിടെ ഓരോ അക്കൗണ്ടിൽ 15 ലക്ഷം റുപ്യ നിക്ഷേപിക്കാന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് 10-15 വർഷമായല്ലോ. എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം. ഞങ്ങളും കാത്തിരിക്കുകയാണ്. നമ്മുടെ അനിൽ നമ്പ്യാർക്ക് അക്കൗണ്ട് നമ്പർ, എന്റെ അക്കൗണ്ട് നമ്പർ ഹിന്ദി അറിയുന്നവർ അങ്ങനെ പറയില്ല. നിങ്ങൾ അല്ല അനിൽ നമ്പ്യാരെ അത്ഭുതമാണ് കേട്ടോ. അനിൽ നമ്പ്യാരെ, ആ 15 ലക്ഷവും ഞങ്ങൾക്ക് ഒരു 5 കിട്ടിയാലും സമാധാനമാണ്. ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ അത് വലിയൊരു ആശ്വാസമാവും, പൊതുപ്രവർത്തകർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ. കാരണം 15 ലക്ഷം പ്രതീക്ഷിച്ച ഈ രാജ്യത്ത് വാക്കുകൊടുത്ത ആളുകളാണ്. ഹാർ അക്കൗണ്ട് മേ 15 ലാഖ് ഡാലേഖ എന്ന് പറഞ്ഞത്. എല്ലാ അക്കൗണ്ടിലും 15 ലക്ഷം കിട്ടുന്നു. കള്ളപ്പണം പിടിച്ചെടുത്തിട്ട് കാലാധൻ പക്കടുക്കർ എന്നാ പറഞ്ഞത്, പിടിച്ചെടുത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പലതും നിങ്ങൾ വ്യാഖ്യാനിക്കും, തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. നിങ്ങൾ ആ പൈസ ആദ്യം കൊടുത്തിട്ടേ, ആ 15 ലക്ഷം ആദ്യം കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ പോരെ? ആദ്യം 15 ലക്ഷം കൊടുക്കട്ടെ എന്ന്, ആ കൊടുത്തിട്ട് ബാക്കിയുള്ള ചോദിച്ചാൽ പോരെ? ആദ്യം പറഞ്ഞോളൂ, ആദ്യം കൊടുക്കട്ടെ. വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഇതാണ്. അപ്പോ ആ വിഷയത്തിലാണ് പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധി തെറ്റായിട്ടൊന്നും ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു, അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ എന്തോ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും മതവിദ്വേഷത്തിൽ കൂടെ കുറച്ച് പിന്തുണ കിട്ടുമെന്നാണ് നോക്കുന്നത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു, ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു, കുറച്ചുകൂടി കഴിഞ്ഞ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ അവിടങ്ങളിലൊക്കെ തന്നെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് വിഷം കുത്തി വെച്ചാൽ രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തിനെതിരെ പറഞ്ഞു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് 10 വോട്ട് കിട്ടുമെന്നാണ് നോക്കുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചല്ല. നിങ്ങളെ ഇവിടെ ഈ രാജ്യത്ത് അടിസ്ഥാന പ്രശ്നങ്ങൾ വിലക്കയറ്റുണ്ട്. ഈ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ പ്രശ്നമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ ഈ രാജ്യത്ത് ക്രമസമാധാന പ്രശ്നമുണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യാതെ നിങ്ങൾ ഇപ്പോഴും എങ്ങനെ മതവിദ്വേഷം, അതിനാണ് ഫൈസാബാദിലെ ജനങ്ങൾ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഫൈസാബാദിലെ ജനങ്ങൾ ഈ മാതിരി അജണ്ടയുമായി വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഫൈസാബാദിലെ ജനങ്ങള് വളരെ ചുട്ട മറുപടി കൊടുത്തു വളരെ കൃത്യമായിട്ട്. നമ്മൾ കണ്ടതല്ലേ? അതേപോലെയല്ലേ ഉണ്ടാവേണ്ടത്. ഫൈസാബാദിലെ ജനങ്ങൾ, ഉത്തർപ്രദേശിലെ ജനങ്ങൾ കൊടുത്തില്ലേ? അവിടെ ഇന്ത്യയിൽ നിങ്ങൾ നേരത്തെ പാലോട് സന്തോഷ് പറഞ്ഞു ഇവിടെ പട്ടികജാതിക്കാർ ഉയർത്തിക്കൊണ്ടു. ഇന്ത്യയുടെ പ്രസിഡന്റിനെ അവിടെ അയോധ്യയിലെ വിഗ്രഹ പ്രതിഷ്ഠന്റെ സമയത്ത് അങ്ങോട്ട് അടുപ്പിച്ചോ, കൊടുത്തോ? അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? അയോധ്യയിലെ ജനങ്ങൾ ഒരു കാര്യം ചെയ്തു, ആ സീറ്റിൽ ഒരു ദളിതനെ വിജയിപ്പിച്ചു. നേരെ തിരിച്ചു പറയുമായിരുന്നു, ഒരു ദളിതനെ വിജയിപ്പിച്ചു.
ഞങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലല്ല, അയോധ്യയിലെ ജനങ്ങൾ ഒരു ദളിതനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ BJPക്ക് ഒരു ചുട്ട മറുപടി കൊടുത്തില്ല ചെയ്തതിന്. ദളിതം വിജയിക്കുമ്പോഴൊക്കെ ചുട്ട മറുപടി BJPക്ക് കൊടുക്കുക. സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ പ്രസിഡന്റ്. അതെ, അയോധ്യയിലെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ദളിതൻ വിജയിച്ചത്. അത് വലിയൊരു സന്ദേശമാണ്. നിങ്ങൾ ഈ രാജ്യത്തെ പ്രസിഡന്റായിട്ട് ദ്രൗപദി മുർമുവിനെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു വനിതയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട രൂപത്തിൽ അധികാരം കൊടുക്കാതെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുമ്പോൾ അതിന് നന്ന മറുപടി ഫൈസാബാദിലെ ജനങ്ങളെ തന്നെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡോക്ടർ സോയ, ഇപ്പോൾ രാഹുലിന് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? ഈ പരാമർശത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ ആകെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ കാണുന്ന BJPക്കാരെയാണ്, തൻ്റെ എതിർഭാഗത്തിരിക്കുന്ന BJPക്കാരെയാണ്, RSSകാരെയാണ്, മോദിയെയാണ്, അമിത്ഷായെയാണ് എന്ന് ആ സമയത്ത് തന്നെ തിരുത്തി പറയേണ്ടതല്ലേ? അങ്ങനെ ഒരു തിരുത്തൽ അദ്ദേഹത്തിൽ നിന്ന് കണ്ടില്ല. ഇല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ RSSകാരെല്ലാവരും ഹിന്ദുക്കളല്ല, അല്ലെങ്കിൽ BJP പറയുന്നതിന്റെ കാരണം ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾക്ക് ഇത്തരത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനോ, നേരത്തെ അതിന്റെ വിശദീകരണം നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ സലീം മടവൂർ വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ, കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് വളച്ചൊടിക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ ഹിന്ദുക്കളായ ഒരാൾക്ക് ഇത്തരത്തിൽ മതവിദ്വേഷം ചെലുത്താൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത്. അല്ലാതെ ഇതിൽ മറ്റു തരത്തിൽ വളച്ചൊടിക്കേണ്ടതായിട്ടുള്ള യാതൊരു രാജ്യത്തെ ഹിന്ദുക്കളുടെ മൊത്തം അവകാശം BJPക്കാണ്, RSSനാണ് എന്ന് എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയോ അമിത്ഷായോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ അങ്ങനെ വരുത്തി തീർക്കുന്നു. ഇവിടെയാണല്ലോ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ചില സ്റ്റേറ്റ്മെന്റുകൾ ആവർത്തിക്കാൻ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പോലും ഒരല്പം ലജ്ജയുണ്ട്. ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഈ രാജ്യത്ത് പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും ഒക്കെ ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങളിലേക്ക് കൊണ്ടുപോയത് നമ്മൾ കണ്ടു. അതുപോലെ എത്ര വിദ്വേഷ പ്രസംഗങ്ങളുടെ കൃത്യമായിട്ടുള്ള തെളിവുകളും രേഖകളും ലൈവ് സംഭാഷണങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ മതവിദ്വേഷം പറയുന്ന ഒരാളാണ്. ദേശവിരുദ്ധ പ്രസ്താവനകളൊന്നും രാഹുലിന്റെ ഭാഗത്തു നിന്നോ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നാണോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ? നിങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ കാശ്മീരിന് നഷ്ടപ്പെട്ട ആ പദവി തിരിച്ചു കൊടുക്കും ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധമായിട്ടുള്ള, മാത്രമല്ല ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അധികാരം അതെടുത്തു കളയുന്നുള്ള രീതിയിലുള്ള പരാമർശം പോലും ഉണ്ടായി. ദേശവിരുദ്ധമായിട്ടുള്ള പരാമർശം. അത് മാത്രമല്ല, ഇപ്പോൾ തീഹാർ ജയിലിൽ കിടക്കുന്ന PFI തീവ്രവാദികളുണ്ടല്ലോ, അവരെ തുറന്നു വിടുന്നു പോലും പരോക്ഷമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായി. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് ED എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ഈ രാജ്യത്തെ ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത്തരം ഏജൻസികളുടെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണോ അജണ്ട? നിങ്ങൾ ആ എക്സിറ്റ് പോളുകൾ പോലും കണ്ട ആളുകളാണ്. ആ എക്സിറ്റ് പോളുകൾ പോലും നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ മാധ്യമശാലകളെ പോലും വിലക്കെടുത്തുകൊണ്ട് 400 പാർ എന്ന് നിരന്തരം ആവർത്തിച്ചു പറഞ്ഞിട്ട് എന്തേ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചില്ലേ? ഇപ്പൊ ദൈവത്തിന്റെ അംശത്തെ പറ്റി നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് എന്റെ വിയോജിപ്പ് കൂടെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് മുതൽ തന്നെ കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ എടുത്തിട്ടുള്ള ആളുകളാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഈ പറയുന്ന RSSും BJPയും ഒക്കെ എവിടെയായിരുന്നു എന്നുള്ളതിന്റെ മറുപടി എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന AICCയുടെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എത്രത്തോളം ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ മല്ലികാർജുൻ ഖാർഗെയെ പോലെയുള്ള AICCയുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ കേരളത്തിൽ വരെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് മണിപ്പൂരിലേക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവിടേക്ക് മാത്രം വിമാനം കിട്ടാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെയല്ല AICCയുടെ അധ്യക്ഷൻ എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടു കൂടെ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. കുടുംബാധിപത്യത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചു. കോൺഗ്രസിന് എല്ലാ കാലത്തും അഭിമാനം മാത്രമേ ഉള്ളൂ.
കാരണം നിങ്ങൾ കുടുംബാധിത്യത്തെ പറ്റി അല്ലെങ്കിൽ കുടുംബാധിപത്യത്തെ പറ്റി നിരന്തരം പറയുന്ന ആളുകളാണ്. ആ മന്ത്രിസഭയിലെ ആളുകളുടെ ലിസ്റ്റും കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്ര ആളുകളാണ് രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എത്ര ആളുകളുടെ കണക്ക് ആ മന്ത്രിസഭയിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിസഭയിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ദൈവത്തിന്റെ അംശത്തെ പറ്റി പറഞ്ഞു. പ്രധാനമന്ത്രിയിൽ നരേന്ദ്രമോദിയിൽ ദൈവത്തിന്റെ അംശം ഉണ്ടാവും, രാഹുലിന് അത് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കർഷകരുടെ കർഷക വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന, അതിന് ചുക്കാൻ പിടിക്കുന്ന, ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മനുഷ്യർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളിൽ ദൈവത്തിന്റെ അംശമുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചൊന്നും. കാരണം ഇത് നമ്മൾ നിലനിൽക്കുന്നത് പുരോഗമനപരമായി ചിന്തിക്കുന്ന, ശാസ്ത്രബോധത്തോടുകൂടെ ചിന്തിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ അത്തരത്തിൽ നിങ്ങളോട് അവസാനത്തെ അടവെന്ന നിലയ്ക്ക് പറഞ്ഞു വെക്കുകയാണ്, ഞാൻ ദൈവമാണ്, ഞാൻ ബയോളജിക്കലി ഞാൻ ജനിച്ചിട്ടുള്ള ജൈവികമായ മനുഷ്യനല്ല എന്നൊക്കെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞു. അപ്പൊ അതൊക്കെ ആളുകൾ എങ്ങനെയാണ് എടുത്തത് എന്നും അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും ഈ രാജ്യം വളരെ കൃത്യമായി മറുപടി നൽകി. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇപ്പോഴും കോൺഗ്രസിന് തോന്നുന്നില്ല രാജ്യം ഭരിക്കുന്നത് BJP ആണെന്ന്. ഈ രാജ്യത്തെ മനുഷ്യർക്കും തോന്നുന്നില്ല. കാരണം ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ വിജയിച്ചു എന്നുള്ള ബോധം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. അത് കേവലം നമ്പറുകളുടെ കാര്യത്തിൽ മാത്രമല്ല. നിങ്ങൾ ഈ പറഞ്ഞു വെച്ച 400 പാറിലേക്കും ഈ രാജ്യത്തിന്റെ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ അന്വേഷണ ഏജൻസികളെയും ഒക്കെ കൂട്ടുപിടിച്ച്, മാധ്യമ സ്ഥാപനങ്ങളെ കൂട്ടുപിടിച്ച്, അധികാരം മുഴുവൻ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, പണത്തിന്റെ ആധിപത്യം കാണിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള എല്ലാ മാൽ പ്രാക്ടീസസിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും കയ്യിൽ മഷി പുരളുമ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക് മനുഷ്യർ മറുപടി നൽകിയത് നിങ്ങൾ കണ്ടു. അപ്പൊ അത്തരം അങ്കലാപ്പിലാണ് BJP പാളയം ഇപ്പോഴും. തോൽവിയുടെ അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറയുമ്പോഴും അവർക്കുണ്ടായ കനത്ത പിന്നോട്ട് പോകലിന്റെ ആഘാതത്തിൽ നിന്ന് BJP വിമുക്തമായിട്ടില്ല. അപ്പൊ അത്തരം വിമുക്തമാകാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ശക്തിയേറിയ പ്രതിപക്ഷമായി ഈ രാജ്യത്ത് മാറുന്നത് കൂടി കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്കലാപ്പിലായി നിൽക്കുകയാണ് ഭരണപക്ഷം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് പോലും എഴുന്നേറ്റ് നിന്ന് പ്രതിരോധം തീർക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്കലാപ്പിലാണോ സന്തോഷേ? ഇപ്പോൾ ആരാണ് അങ്കലാപ്പിലായത് എന്നുള്ളത് ഈ ചർച്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയും. കാര്യം ഇപ്പോൾ രണ്ട് മുന്നണിയുടെ ആളുകളാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണി, LDF, UDF അങ്ങനെ മൂന്നിൽ പെടുന്ന ഒരു അവിയൽ പരുവമാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണുമ്പോൾ, സലീം മടവൂർ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ ഒരു സമയത്ത് ജനസംഘവും ജനതാ പരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അന്ന് ആ ഗവൺമെൻറ് ഒരു സമയത്ത് BJP സപ്പോർട്ട് ചെയ്ത ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതൊക്കെ അറിയാമായിരുന്നു. ഞങ്ങളെ നയങ്ങൾ പരിശോധിച്ചു, ഞങ്ങൾ എന്തുകൊണ്ട് തിരുത്തി. എൻ്റെ ഒറ്റ ചോദ്യത്തിന് മറുപടി മടവൂർ പറയണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വരാന്തയിലെ അന്തേവാസികളല്ലേ അങ്ങ് നിങ്ങൾ ഉൾപ്പെടെ RJD കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ഒരു സമയം. കുറച്ച് ഇപ്പോൾ പല LDFിലുള്ള പല കക്ഷികളെക്കാളും വലിയ പാർട്ടിയാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാമോ, INL-നും കേരള കോൺഗ്രസിനും ഗണേശനും ഒക്കെ മന്ത്രിസ്ഥാനം കൊടുത്തു. എന്തുകൊണ്ട് RJD എന്ന് പറയുന്ന പാർട്ടി നെളിഞ്ഞ് നിന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? നിങ്ങൾക്ക് കഴിയില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഏകാധിപതിയും ഇതാണ് ഇന്ത്യയും കേരളവും. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, ഇന്ത്യയിലും ഗവൺമെൻറ്റിലെ കുടുംബക്കാരുണ്ടായില്ല, പിന്നെ കുടുംബക്കാർ BJP-യിലല്ലാതെ മറ്റ പാർട്ടി പോയി പ്രവർത്തിക്കണോ? കുടുംബത്തിലുള്ളവർ പ്രവർത്തിക്കുകയും അവർ MLA-മാരും MP-മാരും മന്ത്രിമാരും ആകും. എൻ്റെ ചോദ്യം അതല്ല. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വതന്ത്രമായി ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള ആരെങ്കിലും തുടർ ഭരണത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെല്ലാം എങ്ങനെ രാജ്യത്ത് നിന്ന് കൊല ചെയ്യപ്പെട്ടു എന്ന് ചിന്തിക്കുക. ആ കുടുംബാധിപത്യത്തിൻ്റെ അവസാനത്തെ ആണിക്കല്ലാണ് ഇപ്പോഴുള്ളത്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, ഈ മൂന്ന് ഗാന്ധിയെക്കുറിച്ച് പറയുന്നില്ല, ഗാന്ധി എവിടെ നിന്ന് വന്നതിനെ കുറിച്ചും ഞാൻ പറയുന്നില്ല. ആ ഗാന്ധി അത് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവർ തീരുമാനിക്കുന്ന രാഷ്ട്രീയമല്ലാതെ എന്ത് രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ കോൺഗ്രസിനുള്ളത്? ഇവിടെ CPM തീരുമാനിക്കുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുവാൻ RJDക്ക് കഴിയുമോ? JDS എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയില്ല.
RJDയുടെ അവസ്ഥ അതാണ്. എന്തായാലും പാലോട് സന്തോഷ് രക്ഷപ്പെട്ടു. അല്ല, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അതാ പറഞ്ഞു വന്നത്. ഞാൻ ആരുടെയും ഔദാര്യത്തിൽ പൊതുപ്രവർത്തനം നടത്തിയല്ല. സലീം അടൂറിന് അറിയാലോ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ കേസ് പറഞ്ഞതിൽ ഒരാളായിരിക്കും ഞാൻ ജയിലിൽ കിടന്നത്. അന്ന് ഒരു മൂല്യങ്ങളിലും ദർശനങ്ങളിലും അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തിലും ഒക്കെ വളരെ വിശാലമായി വിശദമായ ജീവനക്കാൽ ഉപരി വളരെ സജീവമായിരുന്നു. അവിടെ നിന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു ഇവിടെ യഥാർത്ഥ വർഗീയവാദികളാര്, യഥാർത്ഥ അഴിമതിക്കാരാര്, യഥാർത്ഥ വിഘടനവാദികളാര്, ഇവിടുത്തെ അധികാരത്തിന് വേണ്ടി സ്വാർത്ഥത ഉപയോഗിക്കുന്നതാര് എന്ന് പഠിച്ചപ്പോൾ സ്വാഭാവികമായും ഞാനൊരു എത്രയോ വർഷം കൂടി ചാനൽ ചർച്ചയിലേക്ക് വരുമ്പോൾ പല സമയങ്ങളിൽ ഞങ്ങൾ തമ്മിൽ സ്വകാര്യമായി ചർച്ചയുമായിരുന്നു പല വിഷയങ്ങളും. അവിടെ ഞാൻ പരിശോധിച്ചു, ഇന്ത്യയിലെ ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ താലോലിക്കും. എവിടെയാണോ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമീപനങ്ങൾ അവിടെ എന്തു മാർഗം സ്വീകരിക്കും. അതല്ലേ നമ്മൾ കേരളത്തിൽ കണ്ടത്. ഇപ്പോൾ NDA 400 സീറ്റിൽ പോകുമെന്ന് പറഞ്ഞു, ഇവിടെ 20 സീറ്റിൽ. ഞാൻ സലീമിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, സലീമിനെ അതിനകത്തുള്ള റോൾ എന്താണെന്നുള്ളത് എനിക്കറിയാം. കാപ്പി കുടിക്കാൻ വിളിച്ചാൽ LDFന് പോകും, കാപ്പി കുടിക്കുമ്പോൾ ഇറങ്ങും. LDF നമുക്ക് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വരും, തീരുമാനം എടുക്കും, പിരിയും. ഇതല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ മാനിഫെസ്റ്റോ 2022 കേരളത്തിൽ സമ്പൂർണ്ണ ഭവന പദ്ധതി എവിടെ? തൊഴിലവസരം താങ്കൾ പറഞ്ഞല്ലോ, കേരളത്തിൽ എത്രമാത്രം തൊഴിൽ കൊടുത്തു? കേരളം ഇത്രയും അധികം ഏകാധിപത്യത്തിലേക്ക് പോയ, കേരളം ഇത്രയും അധികം ജനാധിപത്യ ധ്വംസനം നടത്തുന്ന, മൂല്യചോഷണമുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടലെടുത്തുകൊണ്ടുവന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ, മുഴുവൻ മൂല്യങ്ങളും ഇല്ലായ്മ ചെയ്തിട്ട് ഒരു അപ്പക്കഷണത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ലേ ഇന്ന് കേരളത്തിലെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കൾ? എന്തുകൊണ്ട് KP മോഹനൻ, കൂത്തുപറമ്പിൽ ജയിച്ച KP മോഹനൻ, അദ്ദേഹം വളരെ സജീവമായി ഈ മുന്നണിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി നിന്നതല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാക്കിയില്ല? അപ്പം ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ സംഭവമല്ല, ഞാൻ സമൂഹത്തെ കാണുന്നാലും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കണ്ടിരുന്നത്. ഇവിടെ ജനാധിപത്യ പാർട്ടികളെ കശാപ്പ് ചെയ്തു സലിം മടവൂർ. ഒറ്റ കാര്യം, കേരളത്തിലെ RJDയുടെ സ്ഥിതി എന്താ? നിങ്ങൾ എഴുതി വെച്ചോ, RJDയുടെ വലിയ വിഭാഗം UDFിലേക്ക് പോകും. JDS എവിടെ പോയി? കടന്നപ്പള്ളി പോയി. NCP 3 ആയി. ഇന്ന് ലെനിൻ പറഞ്ഞു ഒരു സിദ്ധാന്തം വേണം, എന്താണെന്നറിയോ? ചെറു കക്ഷികളെ കൂട്ടുപിടിച്ച് അതിനെ കെട്ടിപ്പിടിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്ന സിദ്ധാന്തം നടപ്പിലാക്കിയ ഒരാളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് എന്തുണ്ടായി? ലോകത്ത് എവിടെയാണോ ഏകാധിപത്യം വന്നിട്ടുള്ളത് അവിടെയെല്ലാം നാശം സംഭവിച്ചിട്ടുണ്ട്. ആ നാശത്തിൻ്റെ പോക്കാണ്. ഇവിടെ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആ പാവപ്പെട്ട മനുഷ്യൻ ആയതുകൊണ്ട്, രാധാകൃഷ്ണൻ ആയതുകൊണ്ടാണ് അവിടെ ജയിച്ചത്. അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ കേരളത്തിൽ സംപൂജ്യരാകുമായിരുന്നു. പാർലമെൻറ്റിൽ നിങ്ങൾ സംപൂജ്യരാകുമായിരുന്നു. ഒരു സ്ഥലത്ത് പോലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ LDFിൻ്റെ പ്രതിനിധികളായിരിക്കും നിങ്ങൾ രണ്ടുപേരും ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരുമിച്ച് ആലോചിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും. എന്തെന്ന് വെച്ചാൽ അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഒന്ന്, അപ്പുറത്ത് വരുമ്പോൾ വേറൊന്ന്. സ്വാഭാവികമായും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ, ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഇപ്പോൾ മധ്യവയസ്കരായി വരുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കശാപ്പ് ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ന് കേരളത്തിലെ LDF CPM മാറി. പണ്ട് നമുക്കറിയാലോ സലീമെ, ഒരു നേതാവിനെതിരെ ആരോപണം ഉണ്ടായാൽ 24 മണിക്കൂറിന് നടപടിയെടുക്കും. ഇപ്പോൾ ഒരു നേതാവ് അഴിമതി നടത്തിയില്ലെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കും. ആ കാലമായില്ലേ? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണം വന്നു. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ, എൻ്റെ മകൻ തെറ്റ് ചെയ്തുകൊണ്ട് തൂക്കിക്കൊല്ലട്ടെ എന്ന്. എന്തുകൊണ്ട് ആർജവമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു? ആർജവം ഇല്ലല്ലോ, അതുപോട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇന്ത്യയുടെ സംസ്കാരങ്ങൾ, ഇന്ത്യയുടെ മൂല്യങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പല കാര്യങ്ങളിലും വീഴ്ച പറ്റാം. ആ വീഴ്ച പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക, കേരളത്തിലും ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഇതിന് വോട്ട് ചെയ്തിട്ടുണ്ട്. BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. കുറെ കൂടി സജീവമാക്കാൻ കഴിയുമായിരുന്നു, കുറെ കൂടി MPമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമായിരുന്നു. അതെല്ലാം പരിശോധിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, രാജ്യത്തെ ആക്ഷേപിക്കുന്ന ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറയുന്നത് സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ സിന്ധികൾ ഹിന്ദുവായി. ആ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെങ്കിൽ ചിലപ്പോൾ വാക്കുകൾ അബദ്ധം പറ്റാം. ആർക്കെല്ലാം വരുന്നു? നമുക്കറിയാം LDF ഗവൺമെൻറ്റിലെ എത്രയോ മന്ത്രിമാരെ എത്രയോ അസംബന്ധങ്ങൾ പറയുന്നു. അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. കോൺഗ്രസ് എല്ലാവർക്കും വരാം, അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട്
ദയവായി നമ്മൾ ന്യായീകരിക്കുകയല്ല, ഇതൊന്നും നമുക്ക് നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാപരമായ കാര്യങ്ങൾക്ക് ഉചിതമല്ല, തിരുത്തേണ്ടത് തിരുത്തപ്പെടണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.